തണുപ്പുള്ള കാലാവസ്ഥയല്ലേ, എന്റെ പൊറോട്ട കഴിച്ച് കുറച്ച് രസിക്ക് സാറന്മാരെ. അല്പം മുമ്പ് വളരെ നല്ല കാലാവസ്ഥയായിരുന്നല്ലോ, പെട്ടെന്ന് ഇങ്ങനെ കൊടുങ്കാറ്റ് വീശാൻ മാത്രം ഇപ്പൊ എന്താ ഉണ്ടായത്? ഭൂതങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പൊറോട്ട ഒന്നും ഉണ്ടാക്കാറില്ല. എനിക്ക് പൊറോട്ട വേണ്ട, ഞാൻ മനുഷ്യന്മാരെയാണ് കഴിക്കുന്നത്. ഞാൻ ഈ ഫണ്ടൂസ് നഗറിലെ ഭയങ്കര പ്രേതമാണ്. ഇതെന്റെ നഗരമാണ്. എല്ലാവരും ഈ നഗരം വിട്ട് പോ, ഇല്ലെങ്കിൽ ഞാൻ എല്ലാത്തിനെയും തിന്നുകളയും. ചാച്ചാ, നമുക്ക് ഈ നഗരം വിട്ട് എങ്ങോട്ടെങ്കിലും പോവാം, അല്ലെങ്കിൽ ഈ പ്രേതം നമ്മളെ തിന്നുകളയും. അതെ, ആരാ നിങ്ങളെ കൊന്ന് തിന്നുന്നത്? ഫണ്ടൂഷ് നഗറിലെ ഭീകരനായ പ്രേതം. അതെ മിമിക്രി അങ്കിളെ, ഭൂതവും പ്രേതമൊന്നും ഇല്ല, നിങ്ങളെ ആരെങ്കിലും കളിപ്പിച്ചതായിരിക്കും. പ്രേതം എവിടെയാടോ? ആ തെരുവിലുണ്ട്. ഈ ഫണ്ടൂഷ് നഗർ ഉപേക്ഷിച്ചു പോണമെന്ന് എല്ലാവരോടും പറയുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരെയും കൊന്നു തിന്നു. പ്രേതം പ്രേതം. ഈ ഇലകൾ, ഫണ്ടൂസ് നഗറിൽ ഇങ്ങനത്തെ മരങ്ങളില്ലല്ലോ, പിന്നെ എങ്ങനെ ഈ ഇലകൾ വന്നത്? ഇതാരോ പുറത്തുനിന്ന് കുറെ ഇലകൾ കൊണ്ടുവന്ന് എല്ലാവരെയും വെറുതെ പേടിപ്പിക്കുന്നതാ. അത് ശരി, എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അത് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ ചാച്ചു. ഇനി നമുക്ക് മതിയാക്കാം. എല്ലാവരും പേടിച്ചോടിപ്പോയെന്നാ തോന്നുന്നേ. ഹലോ, പറയടാ ടങ്ക. നല്ല വാർത്തയാണ് മന്ദൻലാൽ സാറേ. ഫണ്ടൂസ് നഗറിലുള്ള എല്ലാരും ഞാൻ ശരിക്കുള്ള പ്രേതമാണെന്ന് വിശ്വസിച്ചോ? എല്ലാവരും പേടിച്ച് തലങ്ങും വലങ്ങും ഓടുകയാണ്. നിങ്ങൾ നോക്കിക്കോ, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ നഗരത്തിൽ ആരും ഉണ്ടാകില്ല. പിന്നെ സാറിന് ഇഷ്ടമുള്ള സ്ഥലത്ത് ബിൽഡിങ്ങുകൾ പടുത്തുയർത്താം. അമ്മാവാ, പോലീസ് മാഡം, നമുക്കിവരെ തടയണം. ഇവര് പറയുന്ന പോലെ നമ്മളെങ്ങനെ ഈ വീട് നാടൊക്കെ ഉപേക്ഷിച്ചു പോകുന്നേ? അതെ, എല്ലാരും ഒന്ന് നിന്നെ. നിങ്ങളാരെ ഇവിടം വിട്ട് പോകരുത്, കാരണം ഭൂതവും പ്രേതമൊന്നും ഇല്ല. നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് സമയം താ, പിന്നെ നോക്കിക്കോ, ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഈ കള്ളപ്രേതത്തിനെ ഉറപ്പായും പിടിച്ചു കെട്ടും. ഓടിക്കോ ഓടിക്കോ. ഇത് ഭൂതവും പ്രേതമൊന്നും അല്ല, ആരോ കാലില് കമ്പ് കെട്ടി വെച്ച് നടക്കുന്നതാ, എന്നിട്ടെല്ലാവരും പേടിപ്പിക്കുക. ഞങ്ങളോട് ഉടക്കാൻ വന്ന ഉടച്ച കയ്യില് തരും, നോക്കിക്കോ. ഇനി എല്ലാവരും മര്യാദ പഠിപ്പിക്കും. ഈ അമ്മാവനും അനന്തരവനും. എടാ ടങ്ക ടോൾക്കി, അപ്പൊ നിങ്ങളായിരുന്നു അല്ലേ ഫണ്ടൂഷ് നഗറിലെ ഈ പാവപ്പെട്ട ജനങ്ങളെയൊക്കെ ഭയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നടാ? നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇവർ നമ്മുടെ പദ്ധതികളൊക്കെ പൊളിച്ചടുക്കുമെന്നാ തോന്നുന്നത്. അവരവർക്ക് വിധിച്ചിട്ടുള്ളത് എന്താണോ അത് മാത്രമാണ് ലഭിക്കുന്നത്. എല്ലാവരും കൈകൾ പൊക്കൂ കൂട്ടുകാരെ, ആരും ഒരാടി മുന്നോട്ട് നീങ്ങരുത്. അയ്യോ, എന്റെ തോക്ക് എവിടെ പോയി? കണ്ണില്ലെന്നോ? അപ്പൊ ഇവർ നമ്മളെ വെറുതെ വിടില്ല മാഡം. അതിന് ശരിക്കുള്ള കണ്ണൊന്നും അല്ല, അത് എന്റെ ലിപ്സ്റ്റിക് ആയിരുന്നു അതിനകത്ത്.
എടോ, പതുക്കെ പതുക്കെ പോ. അയ്യോ അയ്യോ എടാ ഡങ്ക, അവരെവിടെ പോയി? നമ്മളിനി എന്ത് ചെയ്യും മാഡം? ഐഡിയ, ഈ ജീപ്പ് തള്ളിക്കൊണ്ടുവന്ന് കൊക്കയിലേക്ക് ഇട്ടോളൂ. നീ എന്ത് ഭ്രാന്തായി പറയുന്നത് കൊച്ചക്ക? ടങ്കാട്ടോൾക്കെ നമുക്കൊന്ന് പറ്റിക്കാം. അവരുടെ വഴിയിലെ തടസ്സങ്ങളായി നമ്മൾ എല്ലാവരും കൊക്കയിൽ വീണെന്ന് വിചാരിക്കും. എന്നിട്ട് അവരെ നമുക്ക് പാഠം പഠിപ്പിക്കാം. എന്റെ പൊന്നു മക്കളെ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ ഇപ്പോഴാ സമാധാനമായത്. നമ്മുടെ തടസ്സങ്ങളും മാറി. നമ്മുടെ രഹസ്യം ഇനി ആരും അറിയത്തുമില്ല. ഇനി നമ്മുടെ കള്ളപ്രേതത്തിന്റെ രഹസ്യം രഹസ്യമായിട്ട് തന്നെ ഇരിക്കും. ചേട്ടാ, ചാച്ചയും പതിജയും വരില്ലല്ലോ. നമുക്കിപ്പൊ തന്നെ അവരുടെ വീടങ്ങ് കൊള്ളയടിച്ചാലോ? ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല. പോകാം. ചേട്ടാ, ലോക്കർ ഇവിടെ തന്നെയാണെന്നാ തോന്നുന്നത്. കറക്റ്റ്. ലോക്കർ കിട്ടിക്കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ആ താക്കോല് കണ്ടുപിടിക്കണം. ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഹലോ സാറേ, ഇതാ സാറേ ലോക്കറിന്റെ താക്കോല് വാങ്ങിച്ചോളൂ. താങ്ക് യു, താങ്ക് യു. ചാച്ചയോ? പക്ഷെ അങ്ങേര്. ചേട്ടാ, ചാച്ച, ഞാൻ ചാച്ച ഇവിടെ കണ്ടു ചേട്ടാ. ചാച്ചയോ? ടോൾക്കി, ഇത് തമാശ പറയാനുള്ള സമയമല്ല. എത്രയും പെട്ടെന്ന് ആ ലോക്കറിന്റെ താക്കോല് കൊണ്ടുതാ. നിങ്ങളെന്താ എന്റെ മുറിയിൽ പോവാഞ്ഞത്? വരൂ. കോജി അങ്കിളുടെ സ്പെഷ്യൽ ഷൂസ് സൂപ്പർ ആയിട്ടുണ്ട്. അടുത്തതായി കോജി അങ്കിൾ ഉണ്ടാക്കിയ സ്പെഷ്യൽ ജാക്കറ്റ് ഞാൻ ഉപയോഗിക്കും. മന്ദർലാൽ സാറേ, ഞങ്ങളെ രക്ഷിക്കണേ. ചാച്ചയുടെയും ഭത്തീജയുടെയും പ്രേതങ്ങൾ ഞങ്ങളെ കൊല്ലാൻ വരുന്നുണ്ട്. ഓ, ഇതിപ്പോ വല്ലാത്ത ശല്യമായല്ലോ. പ്രേതങ്ങളുടെ വേഷത്തിൽ പോയി ജനങ്ങളെ ശല്യപ്പെടുത്താനല്ലേ ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചത്. എന്നിട്ട് നിങ്ങൾ തന്നെ പ്രേതത്തെ കണ്ട് തിരിച്ചു വന്നിരിക്കുന്നു. ഭൂതവും പ്രേതമൊന്നും ഇല്ലടോ. അതെയോ? അയ്യോ, അത് പ്രേതം, പ്രേതം, പ്രേതം. അയ്യോ, പ്രേതം. എന്താണ് കാറുന്നത്? പ്രേതവും ഭൂതവും ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങളോട് ക്ഷമിക്കണേ. അതിനെന്താ വിടാമല്ലോ. പക്ഷെ ആദ്യം ഒരു കാര്യം പറയണം. നിങ്ങൾ എന്തിനാ പ്രേതവും ഭൂതവും ഒക്കെ ആയിട്ട് അഭിനയിച്ചു കൊണ്ടിരുന്നത്?
ഞങ്ങൾ ഇതെല്ലാം ഈ മന്ദൻലാൽ പറഞ്ഞിട്ടാണ് ചെയ്തത്. ഈ ഫണ്ടൂസ് നഗറിലെ ആൾക്കാരെ കൊഴിപ്പിച്ച് അവിടെ മാളുകളും ബിൽഡിംഗ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. നിങ്ങൾ ഓടിയാലൊന്നും രക്ഷപ്പെടില്ല. ഫണ്ടൂസ് നഗറിലെ ആളുകൾ നിങ്ങളെ വെറുതെ വിടില്ല. ഇതെന്തായാലും കലക്കി കൊച്ചേർക്ക. പോലീസ് മാഡം, നിങ്ങൾ രണ്ടുപേരും നല്ല അടിപൊളി ആക്ടിംഗ് ആയിരുന്നു. ഇതെല്ലാം മന്ദൻലാലിന്റെ പ്ലാനാണ്. ഈ ഫണ്ടൂസ് നഗറിലെ ആൾക്കാരെ കൊഴിപ്പിച്ച് അവിടെ മാളുകളും ബിൽഡിംഗ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇത് നീ കണ്ടോടാ, അവരെല്ലാം ബിഗ് സ്ക്രീനിൽ കാണിച്ചു. നമ്മളിപ്പോ ഹീറോയാടാ, നീ കണ്ടില്ലേ? ചേട്ടാ, നമ്മളിപ്പോ ഹീറോ അല്ല, സീറോ എന്ന് പറ. നമ്മുടെ രഹസ്യങ്ങളൊക്കെ ഫണ്ടൂഷ് നഗറിലെ ആൾക്കാരെ തിരിച്ചറിഞ്ഞു. അതോ നോക്കണോ, ഫണ്ടൂഷ് നഗറിലെ ഭീകരന്മാരായ പ്രേതങ്ങൾ വരൂ. അടിക്ക്, അടിക്ക്, ഓമർ അടിച്ച്, അടിക്കവരെ. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഓക്കെ അല്ലേ മാമ? അതെ, ശരിയാണ് അനന്തരവാ.